കൊച്ചി കോർപ്പറേഷന്റെ 17ാം ഡിവിഷനിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് മൂലം വീടുകളിൽ വെള്ളം കയറുകയാണ്. പലവട്ടം പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനിയും മഴ കനത്താൽ വീടുകൾ മുങ്ങിപ്പോകും എന്ന അവസ്ഥയിലാണുള്ളത്. സ്നേഹമോൾ നയനാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, കൊച്ചിയിൽ പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ കണ്ടതാണ് നടപ്പാക്കുന്നത് കോർപ്പറേഷൻ. ഇതിപ്പം ഏത് ഭാഗത്താണ്, എന്താണ് അവിടുത്തെ സാഹചര്യം? ആര്യ, കൊച്ചിയെക്കുറിച്ച് പറയണമെങ്കിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ 17ാം ഡിവിഷനായ പെരുമ്പടപ്പാണ്. ഈ പെരുമ്പടപ്പ് നിവാസികൾക്ക് മഴക്കാലം എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഭയമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, വീടുകളിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരവസ്ഥ. ഈ പെരുമ്പടപ്പ് എന്ന് പറയുന്ന ഈ കായലിൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം ഏറ്റവും ആദ്യം നടത്തേണ്ട ഒരിടം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി ഇത് നടത്തിയിരുന്നില്ല. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത്, അതായത് 2020 മാത്രമാണ് ഇതിൻ്റെ കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ഒരു കൗൺസിലറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപ്രതിനിധി. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ഇവർ ശ്രമിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ വീട്ടിൽ ഈ അമ്മ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ വീടിനകത്ത് മുഴുവൻ വെള്ളം കയറിയിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഈ വെള്ളം കയറി അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. പക്ഷെ മറ്റൊരിടത്തേക്ക് പോകാൻ വഴിയില്ലാത്തത് മൂലം അവിടെ തന്നെ, ആ വീടിനുള്ളിൽ തന്നെ അവർ കഴിയുകയാണ്. പകൽ സമയങ്ങളിൽ തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോകും. പക്ഷേ രാത്രി കാലങ്ങളിൽ ഈ വെള്ളം കയറിയ വീട്ടിലേക്ക് തന്നെയാണ് അവർ വന്ന് താമസിക്കുന്നത്. ഈ അമ്മ മാത്രമാണോ ഈ വീട്ടിൽ? ഒറ്റയ്ക്കാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസമായോ? കുറച്ച് ദിവസമായി. കഴിഞ്ഞ പ്രാവശ്യം കയറി ഇങ്ങനെ ഇവിടുത്തെ ജനപ്രതിനിധി കൗൺസിലറോട് പറഞ്ഞിരുന്നോ? പറഞ്ഞ് അവർ വന്ന് കണ്ട്. എന്ത് പറഞ്ഞു? ആളെന്ത് പറഞ്ഞു? വരാ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് ആരും വന്നിട്ടും ഇല്ല, എടുത്തിട്ടും ഇല്ല. ഈ രാത്രി സമയത്തൊക്കെ മഴ ഇനിയും കൂടിയാൽ ഇനിയും വെള്ളം കയറുമല്ലോ. അപ്പം അമ്മ എന്ത് ചെയ്യുമോ? എന്ത് ചെയ്യാൻ? ഇവിടെ കിടന്ന് മരിക്കുക, അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. അല്ലാതെ അമ്മ ഇവിടെ പോകാനാ? അയൽ നിറമൊക്കെ എല്ലായിടും ഇതല്ലേ, ഈ പാടല്ലേ. നമ്മൾ കൊട്ടി വിളിച്ചാൽ ചിലപ്പോൾ ഉറക്കത്തിൻ്റെ സമയത്ത് അവരറിയുക. എല്ലായിടത്തും ഇതല്ലേ അവസ്ഥ. അപ്പം പിന്നെ നമ്മ ഇവിടെ പോകും. ഈ വീട്ടിൽ ഈ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടാക്കുക, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ പറയുന്നതനുസരിച്ച് പലതവണ ഈ പ്രശ്നം ഇവിടുത്തെ ജനപ്രതിനിധിയോട് പറഞ്ഞിരുന്നു. പക്ഷേ തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥയാണ്. ജനപ്രതിനിധി കൗൺസിലർ എന്ന് പറഞ്ഞാൽ കൃത്യമായി ആരാണ്, ആ പേര് പറയണം. കാരണം ഇത്രയും അധികം ദുരിതം അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ചാൽ ആ ഫോൺ ഒന്ന് എടുക്കാൻ പോലും കഴിയാത്ത കൗൺസിലർ ആരാണ് സ്നേഹ? KN രഞ്ജിത്താണ് ഇവിടുത്തെ കൗൺസിലർ. ഇവർ പറയുന്നതനുസരിച്ച് ഈ കൗൺസിലറെ ഇവർക്ക് കാണണമെങ്കിൽ പോലും ഈ പ്രത്യേക അനുമതിയൊക്കെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധിയോട് നിങ്ങൾ പലതവണ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഒരു അവസ്ഥയും അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അത് അറിയണമെങ്കിൽ വേണം ഇപ്പം തന്നെ നമുക്ക് വിളിച്ചു നോക്കാം. ഇപ്പം തന്നെ അത് വിളിക്കാം. KN രഞ്ജിത്ത്, അദ്ദേഹമാണ് ഇവിടുത്തെ കൗൺസിലർ. അദ്ദേഹത്തെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തത്സമയം ഇദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഈ കൗൺസിലറെ വിളിക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലമായി ഈ പ്രശ്നം ഇവിടെയുണ്ട്. ഈ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. നമ്മൾ സാധാരണഗതിയിൽ മഴയൊക്കെ ആസ്വദിക്കുന്നത്. കോൾ വിളിക്കണേ. The person you are calling is currently busy. Call again later. കോൾ കട്ട് ചെയ്യണോ സ്നേഹ? വ്യക്തി ഇപ്പോൾ തിരക്കിലാണ്. ദയവായി കുറച്ചു കഴിഞ്ഞ്. ഇപ്പോൾ അതെ, കോൾ കട്ട് ചെയ്യുകയാണ് ആര്യ. നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. കനത്ത മഴയാണ്. ഏത് സമയവും ഈ ജനങ്ങളുടെ കോൾ എടുക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ കനത്ത മഴയിലും ഇവരുടെ കോള് കട്ട് ചെയ്ത് വിടുന്ന ഒരു
ജനപ്രതിനിധിയാണ് ഇവർക്കുള്ളത്. പലതവണ എല്ലാവരും പറയുന്നതനുസരിച്ച് ഈ പ്രശ്നം പലതവണ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഈ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജനപ്രതിനിധി എന്നൊരു ചോദ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇനിയും മഴ കനക്കുകയാണ്, ഇനിയും കാലാവസ്ഥ വളരെ മോശമാകുമെന്നാണ് പറയുന്നത്. എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്തും ഇവരോട് കടുത്ത അവഗണന തന്നെയാണ് ജനപ്രതിനിധികൾ കാണിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ കാനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. കോർപ്പറേഷൻ കൗൺസിലറടക്കം ചോദിച്ചപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെല്ലാം നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷേ ഇത് പെരുമ്പടപ്പിലെ മാത്രം ഒരവസ്ഥയല്ല.